6ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ വരെ ചെലവഴിക്കാൻ ഒരു സാധാരണ രക്ഷിതാവ് തയ്യാറാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ചെറിയൊരു എമൗണ്ടിന്റെ അപ്പുറത്തേക്ക് ചെലവഴിക്കാൻ പൊതുവെ സാധാരണ രക്ഷിതാക്കൾ തയ്യാറാവാറില്ല. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു കോഴ്സ് എടുക്കുന്നിടത്തിൽ എത്ര വേണമെങ്കിലും ചെലവഴിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ്. അത് എത്ര ലക്ഷങ്ങളായാലും കുഴപ്പമില്ല, കോടികളായാലും കുഴപ്പമില്ല, വീട് വിറ്റിട്ടാണെങ്കിലും അവരെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വീട് പണയത്തിൽ വെച്ചിട്ടാണെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നേരത്തെ ട്രെയിൻ ചെയ്ത് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ ഈ കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ +2 കഴിയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വിദേശത്തെയോ നല്ല യൂണിവേഴ്സിറ്റികളിലും സ്ഥാപനങ്ങളിലും ഇങ്ങോട്ട് ക്യാഷ് വാങ്ങിയിട്ട് സ്കോളർഷിപ്പോട് കൂടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വരെ ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്ന രൂപത്തിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടീൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഉദാഹരണം പറയാം, ജസ്റ്റ് നമ്മൾ MBBSന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു. ഈ കുട്ടി നന്നായിട്ട് നേരത്തെ ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു, +2 കഴിഞ്ഞ് ഒരു വർഷം കൂടെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് ഏവറേജ് ചെലവ് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഈ 30,000 രൂപ പിന്നെ 4 വർഷത്തേക്കും കൂടെ പിന്നെ 1,20,000 രൂപയാണ് ഈ കുട്ടിക്ക് ഫീസ് വരുന്നത്. അതേസമയത്ത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റ് സീറ്റ് വാങ്ങാൻ ഇപ്പോൾ 1 കോടി മുതൽ 1.5 കോടി രൂപ വരെയാണ് ചെലവ് വരുന്നത്. അതിൽ വേറൊരു ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. കാരണം നന്നായിട്ട് പെർഫോം ചെയ്ത എയിംസ് പോലെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള സ്കില്ല് ഒരിക്കലും ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 1 കോടിയോ 1.5 കോടിയും കൊടുത്ത് പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെലവാക്കുന്ന ക്യാഷിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നില്ല, പിന്നെ കുറെ പൈസ ചെലവാക്കേണ്ടിയും വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഈ കുട്ടികളെ പിന്നെ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പിന്നെ വീട് പണയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല, വീട് വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല സ്ഥാപനങ്ങളിൽ നല്ല സ്കോളർഷിപ്പോടുകൂടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റും.